പ്രിയമുള്ളവരെ, മാതാവിൻ്റെ വണക്കമാസ ജപം 4-ാം ദിവസം. വണക്കമാസത്തിൻ്റെ 4-ാം ദിനമായ ഇന്ന് നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തെക്കുറിച്ചാണ്. ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നതും പാപക്കറയേൽക്കാത്തതുമായ ആ ഹൃദയം സകല മനുഷ്യർക്കും അഭയസ്ഥാനമാണ്. മാലാഖമാരും വിശുദ്ധരും വണങ്ങുന്ന ആ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജപം നമുക്ക് ആരംഭിക്കാം. മനുഷ്യനായി പിറന്ന മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി മറിയം ജന്മന പാപക്കറയേൽക്കാതെയാണ് ജനിച്ചത്. ദൈവപുത്രന് വസിക്കാനായി ദൈവം ഒരുക്കിയ നിർമ്മലമായ ആലയമായിരുന്നു അവളുടെ ഹൃദയം. ആ വിമല ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആ ഹൃദയം നമുക്ക് വലിയൊരു പാഠമാണ്. മറിയത്തിൻ്റെ ഹൃദയം സ്നേഹത്തിൻ്റെ ഒരു മഹാസമുദ്രമാണ്. ഈശോയോടുള്ള നിസ്സീമമായ സ്നേഹവും മനുഷ്യകുലത്തോടുള്ള കരുണയും ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു അമ്മ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ ആഴത്തിൽ മറിയം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ഓരോ സങ്കടവും പ്രാർത്ഥനയും ആ ഹൃദയത്തിൽ ചെന്ന് സ്പർശിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ വിമല ഹൃദയം വലിയ സന്തോഷങ്ങൾക്കൊപ്പം തന്നെ വലിയ വേദനകളും ഏറ്റുവാങ്ങിയതാണ്. ശിമയോൻ പ്രവചിച്ചതുപോലെ ഒരു വാൾ അവളുടെ ഹൃദയത്തെ പിളർന്നു. കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ തൻ്റെ മകൻ മരിക്കുന്നത് കണ്ടുനിന്ന ആ അമ്മയുടെ ഹൃദയം സഹനത്തിൻ്റെ ഉന്നത കൊടുമുടിയായി മാറി. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളിൽ ആ അമ്മയ്ക്ക് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് അവളും വേദനകൾ അനുഭവിച്ചവളായതിനാലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ സംഭവിക്കുന്ന സകല കാര്യങ്ങളും മറിയം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചിരുന്നു. ദൈവം തൻ്റെ ജീവിതത്തിൽ നൽകുന്ന അടയാളങ്ങൾ തിരിച്ചറിയാൻ അവൾ തൻ്റെ ഹൃദയത്തെ സദാ സജ്ജമാക്കിയിരുന്നു. ബഹളങ്ങളിൽ നിന്നു മാറി ദൈവസ്വരം കേൾക്കാൻ നാം നമ്മുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തണമെന്ന് മറിയം ഓർമ്മിപ്പിക്കുന്നു. ഫാത്തിമയിലെ ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ ലോകത്തിന് നൽകിയ സന്ദേശം തൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി വളർത്തണമെന്നതായിരുന്നു. പാപികൾക്ക് അനുതപിക്കാനും ലോകത്ത് സമാധാനം ഉണ്ടാകാനും മറിയത്തിൻ്റെ വിമല ഹൃദയം വഴിയൊരുക്കുന്നു. ആ ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നത് വഴി നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ അസൂയ, പക, ക്രോധം തുടങ്ങിയ തിന്മകളാൽ നിറയുമ്പോൾ മറിയത്തിൻ്റെ വിമല ഹൃദയത്തെ ധ്യാനിക്കുക. ആ ഹൃദയത്തിൻ്റെ നിർമ്മലത നമ്മിലേക്ക് പകരാൻ അമ്മയോട് അപേക്ഷിക്കാം. നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വിശുദ്ധിയിലേക്ക് നയിക്കാൻ വിമല ഹൃദയത്തോടുള്ള ഭക്തി നമ്മെ സഹായിക്കും. തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ മറിയത്തിൻ്റെ വിമല ഹൃദയം നമുക്ക് വലിയൊരു പരിചയമാണ്. സാത്താൻ ഭയപ്പെടുന്ന ഒന്നാണ് മറിയത്തിൻ്റെ വിനയവും പരിശുദ്ധിയും. ആ അമ്മയുടെ തണലിൽ നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് ജീവിതത്തിലെ ഒരു പരീക്ഷയെയും ഭയപ്പെടേണ്ടതില്ല. വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണം നമ്മെ സദാ കാത്തു സൂക്ഷിക്കുന്നു. ഈ വണക്കമാസ ദിനത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കാം. മറ്റുള്ളവരോടുള്ള വെറുപ്പ് കളയാനും ക്ഷമിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? മറിയത്തെ പോലെ ദൈവവചനം ധ്യാനിക്കാനും മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഓരോ ശ്വാസവും ദൈവത്തിന് പ്രീതികരമായ സ്തുതിപ്പായി മാറട്ടെ. ഓ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, അങ്ങയുടെ സ്നേഹത്തിനു മുന്നിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ പാപക്കറകൾ കഴുകിക്കളയണമേ. ദൈവത്തെ സ്നേഹിക്കാനും സഹോദരങ്ങളെ സേവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അങ്ങയുടെ വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങളെ നിത്യസൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമേ. ആമേൻ.